വന്നിരിക്കുന്നത് ചിക്കൻ പാറ്റിന് റെസിപ്പിയായിട്ടാണ്. നമുക്ക് ചിക്കൻ വൃത്തിയാക്കിയ ശേഷം അതിൽ മസാല ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ചെറുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിപ്പഴം, കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കളർ മാറിക്കഴിയും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഒന്നിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒരു തക്കാളിപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിപ്പഴം, ഉള്ളിയും ചെറുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. അടച്ച് വെച്ച് 2 മിനിറ്റ് വയ്ക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി കാണുന്നവരെല്ലാം ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.